സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് പിക്സൽ ലാബ് ഉപയോഗിച്ച് എലക്ഷൻ പോസ്റ്റർ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ പോസ്റ്റർ നിർമ്മിക്കുന്നത് പിക്സൽ ലാബ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, അതിൻ്റെ കൂടെ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ കൂടിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പോസ്റ്റർ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഓറഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ലൈറ്റായിട്ടുള്ള ഒരു വൈറ്റ് പോലത്തെ ഒരു യെല്ലോ കളറാണ് എടുക്കുന്നത്. ടിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ടൂൾസ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ പോർട്രേറ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൈസ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ സ്റ്റിക്കർ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രീ എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ്റുറേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഒരു കാപ്പി കളറിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് ബ്ലറിൽ ഒരു 5 കൊടുക്കുന്നുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ടിക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കാപ്പി കളറുള്ളതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 70 കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇനി അത് ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ കുറച്ച് പാറ്റേണുകൾ ആഡ് ചെയ്യാനാണ്. അതിനായിട്ട് ആഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ക്ലിക്ക് ചെയ്തു. ഇതിലോട്ട് ആഡായി വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫില്ലായിട്ട് കൊടുക്കുക. ഇതിൽ ഫില്ലാവുന്ന രൂപത്തിൽ കൊടുക്കുക. ഈ ലെയറിനെ മറ്റേ ലെയറിൻ്റെ ബാക്കിലോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒപ്പാസിറ്റി കുറച്ച് കുറക്കുന്നുണ്ട്. ഒരു 50 കൊടുക്കുന്നുണ്ട് ഇവിടെ. ഒപ്പാസിറ്റി 50 കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ടിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരാളുടെ ഇമേജ് കൊടുക്കാനുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ആഡ് ഫോട്ടോ എന്ന് കൊടുത്തു. സ്ഥാനാർത്ഥിയുടെ ഇമേജ് PNG സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ അടുത്ത ഇതുപോലത്തെ എപ്പിസോഡുകളിൽ ഇനി കാണിക്കുന്നതാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അധികം ആളുകൾക്കും ഇപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഇമേജാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിവിടെ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമാവുന്ന രൂപത്തിൽ ഇതിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി ഇതൊന്ന് എറൈസ് ചെയ്യണം കുറച്ച് ഭാഗങ്ങൾ. അതിനായിട്ട് ഇവിടെ എറൈസ് സെലക്ട് ചെയ്തതിന് ശേഷം എറൈസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ എറൈസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്തു. സൈസ് 100 കൊടുത്തു. ഹാർഡ്നെസ് 1 കൊടുത്തു. അതുപോലെ തന്നെ ഒപ്പാസിറ്റി 100 ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഈ എറൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകും. എന്നിട്ട് ഈ താഴെ അടികൂടൊന്ന് ചെറുതായിട്ട് ഒന്ന് അവിടെ നിന്ന് എറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മതി, അത്ര ചെയ്താൽ മതി. എന്നിട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഗ്രാസ് ഒന്ന് കുറച്ച് ഭാഗം എറൈസ് ചെയ്ത് കൊടുക്കാം. എറൈസ് ക്ലിക്ക് ചെയ്തു. സൈസ് 100 കൊടുത്തു. ഹാർഡ്നെസ് 1 കൊടുത്തു.
ഓക്കെ, ഇങ്ങനെ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിന് മുമ്പ് നമുക്ക് ഈ സ്ഥാനാർത്ഥിയുടെ ഇമേജ് ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സൂമാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ലെയറുകളൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള ലെയറുകളൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഡൗൺലോഡ് എന്നുള്ള ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. ഇനി നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ 3 ഡോട്ടിൽ യൂസ് ഇമേജ് ഫ്രം ഗാലറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ആക്കിയ ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റ് ഐക്കൺമേൽ ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഡിറ്റിൽ ഇനി നമ്മുടെ കൊടുക്കേണ്ട ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് അനഗി എന്ന ഫോണ്ടാണ്. യൂണിക്കോഡ് ഫോണ്ട് കൊണ്ട് തന്നെ അതിന് കോഡ് എഫ്.എം.എൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു ബ്ലാക്ക് കളർ കൊടുത്തു. അതുപോലെ തന്നെ ലൈൻ സ്പേസിങ് ഇതിൻ്റെത് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്, അതിനെ നേരെ താഴെ കൊണ്ടുവച്ച് കൊടുത്തു. അവിടെ നമുക്ക് വാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വാർഡ് 10ാം വാർഡ് എന്ന് എഴുതി. അതിനെ ഇനി ഇതിൻ്റെ അത്ര വലുപ്പത്തിൽ ഇങ്ങനെ ലൈനിൻ്റെ അത്ര വലുപ്പത്തിൽ വലിച്ചു വെക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മളുടെ ഏത് പാർട്ടിയുടേതാണോ അതിനുള്ള ഇത് ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് UDFൻ്റെതാണ്. ഇപ്പോൾ UDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. UDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫോണ്ട് മോണ്ട്സെറാറ്റ് ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മോണ്ട്സെറാറ്റ് ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ആവശ്യമായ വലുപ്പത്തിൽ വെച്ച് കൊടുക്കാം. ഞാനൊരു ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ 10ാം വാർഡ് എന്നുള്ളത് വീണ്ടും ഒന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഈ ലൈനിൻ്റെ അത്രത്തോളം ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്ര കാര്യം ചെയ്ത് കഴിഞ്ഞു. ഇനി ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് വീണ്ടും ടെക്സ്റ്റ് എടുത്തു. ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ബോൾഡ് ടൈറ്റിൽ ഫോണ്ടാണ് കൊടുക്കുന്നത്. കടൽ എന്നൊരു ഫോണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കൊടുക്കൂ. അതിനെ ഒന്ന് വലുതാക്കിയിട്ട് വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെ 2 ലൈനായിട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം.
എൻ്റെ കളറ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്, ലൈറ്റ് യെല്ലോ കളറ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ കാണുന്നില്ല. അതിനായിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്തു. ബ്ലർ റേഡിയസ് 0 കൊടുത്തതിന് ശേഷം ഓഫ്സെറ്റ് 3, ഓഫ്സെറ്റ് എക്സ് 3, വൈ 3 കൊടുത്തു. ഒരു 5 കൊടുക്കാം തൽക്കാലം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി 50 കൊടുത്തു. ഓക്കെ, ഇനി സ്ഥാനാർത്ഥി എന്നുള്ള ടെക്സ്റ്റ് വീണ്ടും കോപ്പി എടുക്കുന്നുണ്ട്. വിജയിപ്പിക്കുക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കൊടുത്തു. വേണമെങ്കിൽ ഇനി KS രാജുവിനെ എന്നുള്ളത് കളർ നമുക്ക് കുറച്ച് യെല്ലോ കൊടുക്കാം, എന്നാലേ എടുത്ത് കാണിക്കുള്ളൂ. ഈ യെല്ലോ കളർ തന്നെ UDF നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, UDF നെ ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് ചേർന്ന് കാണുന്നില്ല. ഡ്രോപ്പ് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഒപ്പാസിറ്റി 30 കൊടുത്തു. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി എന്നുള്ളതിന് കുറച്ച് കാണിക്കുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അവൻ കുറച്ച് കാണുന്നില്ല. അപ്പോൾ അതിനായിട്ട് ഷാഡോ എനേബിൾ ചെയ്യുക, ലൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്, ബ്ലർ റേഡിയസ് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് കുറക്കാം. ഓക്കെ, അതേമാതിരി ബാക്കിയൊക്കെ കാണുന്നുണ്ട്. ഇനി വിജയിപ്പിക്കുക എന്നുള്ളതിനും അതേമാതിരി തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പാസിറ്റി 50 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ചിഹ്നം എന്നുള്ള ആ സംഭവം കൊടുക്കാം. ഇവിടെ കോൺഗ്രസിൻ്റെ ചിഹ്നം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഡ്രോപ്പ് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റേഡിയസ് 0 കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കളറ് കുറച്ച് ഒപ്പാസിറ്റി കുറഞ്ഞ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഒരു ടെക്സ്റ്റ് എടുക്കാം. അതിൽ നമ്മുടെ ചിഹ്നം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഫോണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം കളറ് കൊടുക്കുക. കളറും കൊടുത്തു. അതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഞാനിവിടെ 45 കൊടുക്കുന്നത്. 45 കൊടുത്തു. അതിനുശേഷം ഇവിടെ കർവ് എന്ന ടൂൾ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഭാഗത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനൊന്ന് കർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഓക്കെയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കർവ് ചെയ്യാം. ഓക്കെ, ഞാൻ സെൻട്രലായിട്ട് തന്നെ വരുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഈ പോസ്റ്റർ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു എലക്ഷൻ പോസ്റ്ററിൻ്റെ ഡിസൈനുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്. ഇത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.